السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തു അൽ ഹദീദിലെ 1 മുതൽ 23 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. ഈ ഭൂമിയിലും മനുഷ്യൻ്റെ ശരീരത്തിലും സംഭവിക്കുന്ന ഏതൊരു മുസീബത്തും മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഖദറാക്കിയിട്ടുണ്ട് എന്നും അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാനും നൽകപ്പെട്ടതിൽ തെറ്റായ രൂപത്തിൽ ആഹ്ലാദിക്കാതിരിക്കുവാനുമാണ് അപ്രകാരം ചെയ്തിട്ടുള്ളത് എന്നും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് 23-ാമത്തെ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. തുടർന്നു പറയുന്ന ഭാഗങ്ങളാണ് ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമുക്ക് അവിടേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يبخلون ويأمرون الناس بالبخل ومن يتول فإن الله هو الغني الحميد. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب فمنهم مهتد وكثير منهم فاسقون. ثم قفينا على آثارهم برسلنا وقفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين
اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون والله لا يحب كل مختال فخور ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരായ അഹങ്കാരികളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അവരുടെ വളരെ മോശമായ മറ്റൊരു സ്വഭാവം, ഇത്തരം ആളുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് 24 പറയുന്നത് അല്ലദീന യബ്ഖലൂൻ. അവർ പിശുക്കന്മാരാണ്, പിശുക്ക് കാണിക്കുന്നവരാണ്. ബഖില യബ്ഖലു ബുഖ്ലൻ, ബഖില യബ്ഖലു ബുഖ്ലൻ, പിശുക്ക് കാണിക്കുക. അവർ പിശുക്ക് കാണിക്കുന്നവരാണ്. വയമുറൂനന്നാസ ബിൽ ബുഖ്ലി, ജനങ്ങളോട് പിശുക്ക് കൽപ്പിക്കുന്നവരുമാണ്. അമറ യമുറു അമ്രൻ, കൽപ്പിക്കുക, ആവശ്യപ്പെടുക. വയമുറൂനന്നാസ, അവർ ജനങ്ങളെ ഉപദേശിക്കുന്നു, അവരോട് കൽപ്പിക്കുന്നു. ബിൽ ബുഖ്ൽ, പിശുക്ക് കാണിക്കാൻ. വമൻ യതവല്ല, ആരാണോ പിന്തിരിയുന്നത്. തവല്ല യതവല്ലി, തവല്ല യതവല്ല തവല്ലി, തവല്ല യതവല്ല തവല്ലി, പിന്തിരിയുക. ആരാണോ പിന്തിരിഞ്ഞ് കളയുന്നത്. ഫഇന്നല്ലാഹ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവ, അവൻ തന്നെയാണ് അൽ ഗനിയ്യു, ഗനിയായിട്ടുള്ളവൻ, ധന്യൻ. അൽ ഹമീദ്, സ്തുത്യർഹനും. ഐ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്നവൻ, സ്തുത്യർഹൻ. അപ്പോൾ ഈ ആളുകളുടെ സ്വഭാവം വളരെ മോശമായ സ്വഭാവങ്ങളിലൊന്നാണ് ബുഖ്ൽ, പിശുക്ക് കാണിക്കുക എന്നുള്ളത്. എന്താണ് പിശുക്ക്? മറ്റുള്ളവരുടെ അവകാശത്തെ പിടിച്ചു വെക്കലാണ് പിശുക്ക്. ഒരാൾ സ്വന്തം ജീവിതത്തിൽ ധൂർത്തിനെ ഒഴിവാക്കുന്നതും ഞെരുങ്ങി ജീവിക്കുന്നതും പിശുക്കല്ല. ചെറിയ സൗകര്യങ്ങൾ അത് മതി എന്ന് വിചാരിക്കുന്നത് എന്തല്ല? പിശുക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നല്ലൊരു വിരിപ്പ് വാങ്ങിത്തരട്ടെ എന്ന് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. വേണ്ടെന്നാണ് പറഞ്ഞത്. നല്ല വിരിപ്പ് വാങ്ങാൻ നബിയുടെ കയ്യിൽ പണമില്ലേ? ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞ പായയും കട്ടിലുമാണ് റസൂൽ തിരഞ്ഞെടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യാവശ്യം തരക്കേടില്ലാത്ത വീടുണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും. പക്ഷേ നബിയുടെ ഓരോ വീടും കഷ്ടിച്ചു 1-2 ആളുകൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിശുക്കാണോ? അത് പിശുക്കല്ല, അത് സുഹൃതാണ്. ദുനിയാവിനോട് താല്പര്യമില്ലാതിരിക്കുക, ആഖിറത്തിൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ കരുതലെടുക്കുക. പിശുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളുടെ അവകാശം അയാൾക്ക് കൊടുക്കാതിരിക്കലാണ്. ഉദാഹരണത്തിന് സക്കാത്ത് കൊടുക്കാതിരിക്കൽ പിശുക്കാണ്. ഒരാൾ വീട്ടിൽ ഭയങ്കര ധൂർത്തായിരിക്കും. മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുന്നു, വീട്ടിൽ നല്ല സൗകര്യങ്ങളുണ്ട്. പക്ഷേ അയാൾ സക്കാത്ത് കൊടുക്കാത്ത ആളാണെങ്കിൽ അയാൾ പിശുക്കനാണ്. സദഖ നൽകാത്ത ആളാണെങ്കിൽ അയാൾ പിശുക്കനാണ്.
വീട്ടിൽ വരുന്ന ജോലിക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാത്തവൻ, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്തവൻ പിശുക്കനാണ്. കാരണം മറ്റൊരാളുടെ ഹക്കിനെ പിടിച്ചു വെക്കലാണ് പിശുക്ക്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ആവശ്യമുള്ള ചെലവ് നൽകാത്തവൻ പിശുക്കനാണ്. കാരണം അത് അവളുടെ ഹക്കാണ്. അവളുടെ പാർപ്പിടം, അവളുടെ വസ്ത്രം, അവളുടെ ഭക്ഷണം, അവളുടെ മരുന്ന്, അവളുടെ മറ്റു കാര്യങ്ങൾ ഭർത്താവിൻ്റെ മേൽ ബാധ്യതയാണ്. അപ്പോൾ ഭാര്യയെ നോക്കാത്തവൻ പിശുക്കനാണ്, മക്കളെ നോക്കാത്തവൻ പിശുക്കനാണ്, അയൽവാസികളുടെ കാര്യം ശ്രദ്ധിക്കാത്തവൻ പിശുക്കനാണ്, കുടുംബക്കാരുടെ കാര്യം ശ്രദ്ധിക്കാത്തവൻ പിശുക്കനാണ്. അപ്പോൾ പിശുക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് നൽകേണ്ടുന്ന അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്നവനാണ് പിശുക്കൻ. അതാണ് അല്ലദീന യബ്ഖലൂൻ, പിശുക്ക് കാണിക്കുന്ന ആളുകൾ. വയമുറൂന നാസ ബിൽ ബുഖൽ, അവർ ജനങ്ങളോട് പിശുക്ക് കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവരിൽ രണ്ട് മോശത്തരങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. സ്വയം പിശുക്കനാണ്, മറ്റുള്ളവരെ പിശുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു നേരത്തെ ഖദറാക്കിയതും അള്ളാഹുവിൻ്റെ ഖദറുമായി ബന്ധപ്പെട്ടതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടതല്ല, നിങ്ങൾക്ക് ലഭിച്ചതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടതുമല്ല തുടങ്ങിയ ഖദറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിശുക്കിനെ സംബന്ധിച്ച് പറയാനുള്ള കാരണം ഖളാ ഖദറിലുള്ള ഈമാൻ കുറയുമ്പോഴാണ് ഒരാൾ പിശുക്കനായിത്തീരുന്നത്. ഞാൻ ധനം ചെലവഴിച്ചാൽ തീർന്നു പോകും, ഞാൻ ഫക്കീറായി പോകും, മറ്റുള്ളവരെ പരിഗണിച്ചാൽ എനിക്കും കുടുംബത്തിനും ഉണ്ടാവില്ല എന്ന് കരുതുന്നവൻ അവൻ അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ. ശൈത്താൻ നിങ്ങളെ ദാരിദ്ര്യത്തെക്കുറിച്ച് പേടിപ്പിക്കും. എൻ്റെ പൈസ തീർന്നു പോകും, ചെലവഴിക്കരുത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. എന്നാൽ അള്ളാഹു ആകട്ടെ മഗ്ഫിറത്തിനാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അഥവാ സദഖ ചെയ്തോളൂ, ചെലവഴിക്കേണ്ടിടത്തിലൊക്കെ ചെലവഴിച്ചോളൂ, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. സദഖയിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. വസ്സദഖതു തുത്ഫിഉ ഗദബർ റബ്ബ്, സദഖ അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയും. നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന സദഖ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകുന്നതാണ്, പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ പിശുക്കാൻ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസമല്ല. ഈ പണമൊക്കെ ഞാൻ നേടിയതാണ്, അതുകൊണ്ട് ഇതിനെ ഞാൻ തന്നെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നഷ്ടം സംഭവിക്കുമെന്ന് അയാൾ ചിന്തിക്കുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസി ചിന്തിക്കുന്നത് ഇതെനിക്ക് എൻ്റെ റബ്ബ് തന്നതാണ്, പടച്ച റബ്ബ് തന്നിട്ടില്ലെങ്കിൽ ഇതെനിക്ക് കിട്ടൂല ഞാൻ എത്ര അധ്വാനിച്ചാലും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ മാർഗങ്ങളിൽ ഞാൻ ചെലവഴിക്കും, അതിലെനിക്കൊരു നഷ്ടവും ഉണ്ടാവില്ല. കാരണം വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങളെന്തൊന്ന് ചെലവഴിച്ചാലും അള്ളാഹു അവിടെ പകരം വെക്കും എന്നാണ്. എന്ത് ചെലവഴിച്ചാലും അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പകരം വെക്കും. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, അള്ളാഹു അവിടെ പകരം വെച്ച് തരും. ഈ അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് ചെലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം അള്ളാഹു പകരം വെക്കും. അപ്പോൾ ഖളാ ഖദറിലുള്ള വിശ്വാസം അടിയുറച്ചതാണെങ്കിൽ ഒരാൾ പിശുക്കനാവൂല. എന്നാൽ പിശുക്കിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിശുക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അവകാശത്തെ തടഞ്ഞു വെക്കലാണ്, നൽകാതിരിക്കലാണ്. അത് ചെയ്യുന്ന ഒരാൾ അവനവൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. എന്നാൽ അവർ ദൂർത്തടിക്കാൻ പാടില്ല. പിശുക്കനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ദൂർത്തടിക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കുലു വഷ്റബു വലാ തുസ്രിഫു, തിന്നോളൂ കുടിച്ചോളൂ, അമിതവ്യയം പാടില്ല. ഒരിക്കലും പിശുക്കിനെ തോൽപ്പിക്കാൻ ഇസ്രാഫിൻ്റെ ആളുകളാവരുത്. ഇസ്രാഫിൻ്റെ ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, ധൂർത്തന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ മിത്രങ്ങളാകുന്നു, അതുകൊണ്ട് ഒരിക്കലും ധൂർത്തടിക്കരുത്. അപ്പോൾ ഇസ്ലാം ധൂർത്തടിക്കുന്നതിനുമെതിരാണ്,
മുറുക്കി പിടിച്ച് പിശുക്കുന്നതിനുമെതിരാണ്. ഇതിന് രണ്ടിനുമിടയിലുള്ളൊരു മധ്യമ നിലപാടാണ് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടത്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ഇസ്രാഫും കാണിക്കൂല, പിടിച്ചു വെക്കുകയില്ല. രണ്ടിനുമിടയിലുള്ളൊരു മധ്യമ നിലപാട് അവർ സ്വീകരിക്കുന്നതാകുന്നു. അപ്പോൾ ഇവരിൽ രണ്ട് ദുൽമ് ഒരുമിച്ച് ചേർന്നു. അല്ലദീന യബ്ഖലൂൻ, അവർ പിശുക്ക് കാണിക്കുന്നു. വയമുറൂന നാസ ബിൽ ബുഖൽ, ജനങ്ങളെ പിശുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൊടുക്കണ്ട, ഇങ്ങനെ കൊടുക്കണ്ട. കൊടുക്കാൻ ഉദ്ദേശിച്ചവനെ പോലും എന്തിനാ അത്രയും കൊടുക്കുന്നത്, കുറച്ചു മതി. 1000 കൊടുക്കാൻ വിചാരിച്ചവനെ പറഞ്ഞ് 50 എത്തിക്കുന്നു. ഭാര്യയാകാം, മക്കളാകാം, ആരുമാകാം. അങ്ങനെ പിശുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ യതവല്ല, ആരാണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ മാറി നിൽക്കുന്നത്, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ഗനിയ്യു, അവനാകുന്നു ഗനിയായിട്ടുള്ളവൻ. ദൂ ഗിന, അല്ലാഹു സുബ്ഹാനഹു വ തആല പരാശ്രയമുക്തനാകുന്നു. അവൻ ഗനിയാണ്, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് നിങ്ങൾ സദക്ക ചെയ്യാൻ അള്ളാഹു മനുഷ്യനോട് പറഞ്ഞത് റബ്ബിൻ്റെ കയ്യിലില്ലാഞ്ഞിട്ടല്ല, പടച്ച റബ്ബിന് കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. അത് അള്ളാഹു നിശ്ചയിച്ചൊരു പരീക്ഷണമാണ്. ചിലരുടെ കയ്യിൽ പണം കൊടുക്കും, വേറെ ചിലർക്ക് കൊടുക്കൂല. കൊടുത്തവനോട് പറയും ഇന്നാൾക്ക് കൊടുക്കാൻ. അത് അള്ളാഹു നിശ്ചയിച്ച സംവിധാനമാണ്. എന്നാൽ അള്ളാഹുവിന് അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ കഴിവില്ലേ? തീർച്ചയായും അള്ളാഹുവിന് കഴിവുണ്ട്. നിങ്ങളാരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. സൃഷ്ടികൾക്കകിലവും അവൻ ഭക്ഷണം നൽകും. വ ഇൻ തക്ഫുറു ഫ ഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങൾ എത്ര നന്ദികേട് കാണിച്ചാലും അള്ളാഹു ഗനിയാണ്. റഹ്മാനായ റബ്ബിന് നിങ്ങളുടേത് ആവശ്യമില്ല, നിങ്ങൾക്കാണ് റബ്ബിൻ്റെത് ആവശ്യമുള്ളത്. ഫ ഇന്നല്ലാഹ ഹുവൽ ഗനിയ്യു അൽ ഹമീദ്, അവൻ സ്തുത്യർഹനാകുന്നു, സ്തുതികീർത്തനങ്ങൾ അർഹിക്കുന്നവനാകുന്നു. കാരണം സമസ്ത ജീവജാലങ്ങൾക്കും അവനാണ് നിഅമത്ത് നൽകുന്നത്. അവരെല്ലാം അവനെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അതുകൊണ്ട് ഗനിയായ അള്ളാഹു നമ്മളിൽ നിന്നുള്ള ധനം തിരിച്ചെടുക്കാനും അള്ളാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ പണം വർദ്ധിക്കാൻ എന്ത് വേണം? നന്ദി കാണിക്കണം. ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ പണം ചെലവഴിക്കുന്നതിനനുസരിച്ച് വർധനവുണ്ടാകും, പിശുക്കുന്നതിനനുസരിച്ച് അതിൽ പോരായ്മ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എല്ലാ ദിവസവും രാവിലെ അള്ളാഹു 2 മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന, എവ്രി ഡേ, എല്ലാ ദിവസവും. എന്നിട്ട് ആ മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അള്ളാഹുവേ, നിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ. അള്ളാഹുവേ, പിശുക്ക് കാണിക്കുന്ന ആളുകൾക്ക് നീ പാപ്പരത്വം നൽകണമേ. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ വ അഅതി മുംസികൻ തലഫ. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവേ, ചെലവഴിക്കുന്നവർക്ക് നീ പകരം വെച്ച് കൊടുക്കണേ റബ്ബേ. വ അഅതി മുംസിക്കൻ, പിടിച്ചു വെക്കുന്നവന് തലഫൻ, നീ പാപ്പരത്വം നൽകണേ. പിശുക്കൻ കൂടുതൽ പാപ്പരാകും, ധനം ചെലവഴിക്കുന്നവർ കൂടുതൽ പണമുള്ളവരായി തീരും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്. ലഖദ് അർസൽന, നിശ്ചയമായും നാം അയച്ചിരിക്കുന്നു. അർസല യുർസിലു ഇർസാലൻ, അയക്കുക. റുസുലന, നമ്മുടെ റസൂലുകളെ, റസൂലിൻ്റെ ജംആണ് റുസുൽ. റുസുലന ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി. ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായത്, ബയ്യിനാത്തുകൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകൾ. അദ്ദലായിലു വൽ ആയാത്തു വൽ ബുർഹാനു, തെളിവുകൾ, വ്യക്തമായ തെളിവുകളുമായി നമ്മുടെ ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്. വ്യത്യസ്ത രാഷ്ട്രങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്.
വഅൻസൽനാ മഅഹും, അവരുടെ കൂടെ നാം ഇറക്കിക്കൊടുത്തു. അൻസല യുൻസിലു ഇൻസാലൻ, ഇറക്കുക. വഅൻസൽനാ മഅഹും അൽ കിതാബ, വേദഗ്രന്ഥത്തെ അയച്ചു. വൽ മീസാന, മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ്, ഐ അൽ ആദിൽ. ഇബ്നു ജരീർ അത്ബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് അൻ ഖതാദ അൽ കിതാബ വൽ മീസാൻ ഖാല അൽ മീസാനുൽ ആദുലു. മീസാൻ എന്ന് പറഞ്ഞാൽ അൽ ആദുലു, നീതി. അവരുടെ കൂടെ വേദഗ്രന്ഥങ്ങളും അയച്ചു, നീതിയും അയച്ചു. എന്തിനാണ്? ലിയഖൂമന്നാസ്, ജനങ്ങൾ നിലകൊള്ളാൻ വേണ്ടി. ഖാമ യഖൂമു ഖിയാമൻ, നിലകൊള്ളുക. ലിയഖൂമന്നാസു ബിൽ ഖിസ്തി, ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളാൻ വേണ്ടി. വഅൻസൽനൽ ഹദീദ, നാം ഇരുമ്പും ഇറക്കി. അൻസല യുൻസിലു ഇൻസാലൻ. വഅൻസൽനൽ ഹദീദ, ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. ഫീഹി, അതിലുണ്ട് ബഅ്സുൻ ഷദീദുൻ, ഐ ഖുവ്വത്തുൻ ഷദീദ. ബഅ്സ് എന്ന് പറഞ്ഞാൽ ഖുവ്വ, ശക്തി. അതിൽ നല്ലതായ ശക്തിയുണ്ട്, കഠിനമായ ശക്തിയുണ്ട്. ബഅ്സുൻ ഷദീദുൻ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട്. മൻഫഅത്തിൻ്റെ ജംആണ് മനാഫിഅ, ഉപകാരങ്ങൾ. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട് ഇരുമ്പിൽ. മാത്രമല്ല, എന്തിനാണ് അള്ളാഹു അത് ഇറക്കിയത്? വലിയഅലമല്ലാഹു, അള്ളാഹു അറിയാൻ വേണ്ടി. അലിമ യഅലമു ഇൽമൻ വലിയഅലമല്ലാഹു മൻ യൻസുറുഹു, ആരുണ്ട് അവനെ സഹായിക്കാൻ. നസറ യൻസുറു നസ്റൻ, ആരുണ്ട് അള്ളാഹുവിനെ സഹായിക്കാൻ. വറുസുലഹു, അവൻ്റെ റസൂലുകളെയും സഹായിക്കാൻ. ബിൽ ഗൈബി, അദൃശ്യമായ നിലക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും പ്രവാചകന്മാർ കൊണ്ടുവന്നതിലും വിശ്വസിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിലും സ്വർഗത്തിലും വിശ്വസിച്ചുകൊണ്ട്, മറ്റു നേട്ടങ്ങൾ ഉദ്ദേശിച്ചല്ല, മറിച്ച് ബിൽ ഗൈബ്, പരലോകത്തെ ഉദ്ദേശിച്ച്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിച്ചുകൊണ്ട്, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. വറുസുലഹു ബിൽ ഗൈബി, അദൃശ്യമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കുന്നവരാരും എന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയ്യുൻ, ശക്തനാണ്. ദൂ ഖുവ്വ, അതിശക്തനാണ് അല്ലാഹു. അസീസുൻ ദുൽ ഇസ്സ, പ്രതാപിയുമാകുന്നു. അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപവാൻ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ, എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്നവൻ, അതാണ് അസീസ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ച ബൃഹത്തായ സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിലൊന്ന് ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി, മുഅ്ജിസാത്തുകൾ, കറാമത്തുകൾ, മറ്റു ദൈവീക ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ട് പ്രവാചകന്മാരെ അയച്ചു. എന്തിനാണ് പ്രവാചകന്മാർ വരുന്നത്? ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, ത്വാഗൂത്തുകളെ നിങ്ങൾ കൈവടിയണം, അഥവാ ശിർക്ക് ചെയ്യരുത്, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയാനാണ് എല്ലാ നബിമാരും വന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, നബിയെ താങ്കൾക്ക് മുമ്പും ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധ്യനില്ല എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കൾ നിയോഗിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ സന്തോഷവാർത്ത നൽകുന്നവരും താക്കീത് നൽകുന്നവരുമാണ് റസൂലുകൾ. കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹ്. ജനങ്ങളൊക്കെ ഏക സമൂഹമായിരുന്നു. അനന്തരം അവർ ഭിന്നിച്ചു, വ്യത്യസ്ത ഗ്രൂപ്പുകളായി പിരിഞ്ഞപ്പോൾ അവരെ ഐക്യപ്പെടുത്താൻ വേണ്ടി, സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സന്തോഷവാർത്ത അറിയിക്കുന്നവരും
താക്കീത് നൽകുന്നവരും, അഥവാ സ്വർഗം കൊണ്ട് സന്തോഷവാർത്തയും നരകം കൊണ്ട് താക്കീതും നൽകുന്നവരായിക്കൊണ്ട് അമ്പിയാക്കളെ നിയോഗിച്ചു. അപ്പോൾ ലോകത്ത് പ്രവാചകന്മാർ കടന്നു വരുന്നത് എന്തിനാണ്? ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാണ്. പ്രവാചകന്മാരിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിലെ 6 റുക്നുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അഖീദയാണ് ഇവിടെ പറയുന്നത്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ, അവരുടെ കൂടെ നാം വേദഗ്രന്ഥവും അവതരിപ്പിച്ചു കൊടുത്തു. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ വഅൻസല മഅഹുമുൽ കിതാബ്, വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചു കൊടുത്തു. എന്തിനാണത്? ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീ, ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് ജനങ്ങൾക്കിടയിലുള്ള ഭിന്നത ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീ. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ, താങ്കൾക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നത് ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഇഖ്തിലാഫുകൾ ഇല്ലാതാക്കാനാണെന്ത്? ഖുർആൻ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. ഇങ്ങനെ മനുഷ്യർക്കിടയിൽ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സാംസ്കാരിക രംഗത്തും മറ്റു മേഖലകളിലുമുള്ള എല്ലാ അഭിപ്രായ ഭിന്നതകളെയും ഒന്നാക്കി മനുഷ്യൻ്റെ ചിന്തയും മനുഷ്യൻ്റെ ആലോചനകളുമെല്ലാം ഐക്യപ്പെടുത്തി മനുഷ്യർക്കിടയിൽ ഐക്യവും ശാന്തിയും സമാധാനവും കൊണ്ടുവരാനും ശരിയായ ദൈവത്തെ അവർക്ക് ബോധ്യപ്പെടുത്താനും ശരിയായ വിശ്വാസകാര്യങ്ങളെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കാനും വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്നും വൈകല്യങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്താനും വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നു, വേദഗ്രന്ഥങ്ങൾ അയക്കുന്നു. ഈമാനിൻ്റെ റുക്നുകളിൽ മറ്റൊരു റുക്നാണെന്ത്? അൽ ഈമാനു ബിൽ കുത്തുബ്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അതിൻ്റെ കൂടെ അള്ളാഹു ഇറക്കിയതാണ് വൽ മീസാൻ. മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ്. എന്തിനാണ് തുലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്? നീതിപൂർവം അളക്കാൻ വേണ്ടി. അങ്ങോട്ടും ആവാൻ പാടില്ല, ഇങ്ങോട്ടും ആവാൻ പാടില്ല. തുല്യനീതി, അതിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല. എല്ലാവർക്കും അവർ അവകാശപ്പെട്ടത് കൊടുക്കണം. അതാണ് മീസാൻ അൽ അതിൽ. പ്രവാചകന്മാരിലൂടെയാണ് നീതി സ്ഥാപിക്കപ്പെടുന്നത്. അത് സുന്നത്തിലൂടെ, മറ്റു ഹിക്മത്തുകളിലൂടെ, മറ്റു വഹയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥത്തിലൂടെയും മറ്റു വഹയിലൂടെയും അള്ളാഹു മീസാൻ ഇറക്കിയിട്ടുണ്ട്. വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ, അള്ളാഹു ആകാശത്തെ ഉയർത്തുകയും മീസാൻ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓരോ സൃഷ്ടികൾക്കുമുള്ള മീസാനുണ്ട്. പുരുഷന്മാർക്കുള്ള മീസാനുണ്ട്. പുരുഷന്മാരുടെ മീസാനല്ല, സ്ത്രീകളുടെ മീസാൻ. എല്ലാവർക്കും, കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, പ്രായം ചെന്നവർക്ക്, പണ്ഡിതന്മാർക്ക്, സാധാരണക്കാർക്ക്, ഹാക്കിമുകൾക്ക്, എല്ലാവർക്കുമുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ കൃത്യമായി വിശദീകരിക്കുന്നു. അതിനാണ് മീസാൻ എന്ന് പറയുന്നത്. അതിനാണ് മീസാൻ എന്ന് പറയുന്നത്. എല്ലാം വളരെ കൃത്യമാണ്. എന്തിനാണ്? ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി. ജനങ്ങൾക്കിടയിൽ നീതി പറയണം. അവർക്കിടയിൽ അക്രമമുണ്ടായാൽ കൃത്യമായി വിധിക്കാൻ പറ്റണം. ഇയാൾക്കിത്ര, ഇയാൾക്കിത്ര. ഇന്നത് ഉൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം ഇങ്ങനെ. അങ്ങനെ വ്യക്തമായൊരു മീസാൻ, ഒരു കോഡ്, നിയമങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോകത്ത് ഏത് ഭരണകൂടത്തെ പരിശോധിച്ചാലും ആ ഭരണകൂടം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ആ ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കാൻ ആശ്രയിക്കുന്നത് മതഗ്രന്ഥങ്ങളെയാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ചോ, ഇന്ത്യയിലെ 90% നിയമങ്ങളും ഇസ്ലാമിൻ്റെതാണ്. കാരണം മനുഷ്യനറിയില്ലത് എന്ത് ചെയ്യണമെന്ന്. മനുഷ്യന്മാർ കൂടിയിരുന്നിട്ട് എന്ത് ചർച്ച ചെയ്യാനാണ്? മനുഷ്യർ കൂടിയിരുന്നാൽ ഒരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. മനുഷ്യൻ തോറ്റുപോകും. കാരണം 100 അഭിപ്രായമാണ്. ഒരു ഐക്യത്തിലെത്താൻ പറ്റില്ല ഒരു വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നിയമങ്ങൾ, കോടതിയിലെ വ്യവഹാരിക പേരുകൾ പോലും നോക്കിക്കോളൂ, എല്ലാം അറബി വേർഡാണ്. ഇപ്പോൾ വക്കീൽ എന്ന് പറഞ്ഞാലും വക്കീൽ എന്ന് പറഞ്ഞാൽ അറബി വേർഡാണ്. എന്തുകൊണ്ട്? അവിടെ എഴുതുന്ന ഓരോ നിയമങ്ങളുടെ പേരൊക്കെ അറബിക്കാണ്.
കാരണം ഒരു മതത്തിൻ്റെ പിൻബലമില്ലാതെ നീതി കൃത്യമായി പറഞ്ഞു സ്ഥാപിക്കാൻ സാധ്യമല്ല. ഈ മീസാൻ ലിയഖൂമന്നാസു ബിൽ ഖിസ്ത് വേദഗ്രന്ഥങ്ങളിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ഇബ്നു ജരീർ ഒത്തബരി റഹിമഹുല്ലാ മീസാൻ എന്താണെന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, മാ യഅമലുന്നാസ്, ജനങ്ങൾ പ്രവർത്തിക്കുന്ന വിഷയങ്ങളിൽ, വയതആതൗന അലൈഹി ഫിദ്ദുനിയ, ഈ നീതി മുറപ്രകാരമാണ് അവർ ദുനിയാവിൽ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നത്. മിൻ മആയിഷിഹിം അല്ലത്തി യഖുദൂന വയുഅതൂൻ, എടുക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും വിൽക്കുന്നതിലും, യഖുദൂന ബിമീസാൻ വയുഅതൂന ബിമീസാൻ, ഒരു കണക്കനുസരിച്ചാണ് വാങ്ങുന്നത്, കണക്കനുസരിച്ചാണ് കൊടുക്കുന്നത്. യഅരിഫു മാ യഖുദു വമാ യുഅതി, എന്തെടുക്കണം എന്ത് കൊടുക്കണം ഒക്കെ ക്ലിയറാണ്. തൂക്കം നിശ്ചയിക്കുന്നത്, മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു കണക്ക് പ്രകാരമാണല്ലോ. അപ്പോൾ ഇസ്ലാം അതിൽ കൃത്യമായി നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നീതിപൂർവം വിധിക്കുന്നു വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും. വഅൻസൽനൽ ഹദീദ ഫീഹി ബഅ്സുൻ ഷദീദ്, അള്ളാഹു ഇരുമ്പും ഇറക്കി, ഫീഹി അതിലുണ്ട്, ബഅ്സുൻ ഷദീദ് ശക്തമായ ആയോധനമുണ്ടതിൽ, അഥവാ ആയുധങ്ങൾ. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ആധുനിക ആയുധങ്ങളാണെങ്കിലും ശരി, പൗരാണിക വാളുപോലെയുള്ള ആയുധങ്ങളാണെങ്കിലും ശരി, എല്ലാം ഇരുമ്പ് അത്യാവശ്യമാണ്. തോക്കുണ്ടാക്കാനും ഇരുമ്പ് ആവശ്യമാണ്. അതേപോലെ എന്ത് സാധനങ്ങളാണെങ്കിലും ആയുധങ്ങളൊക്കെ ഇരുമ്പിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിപൂർവം ജനങ്ങൾ നിലകൊള്ളുന്നതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആയുധത്തെക്കുറിച്ചും ഇരുമ്പിനെക്കുറിച്ചും പറഞ്ഞത് പ്രവാചകന്മാർ, അതേപോലെ തന്നെ അള്ളാഹു നിശ്ചയിച്ച സംവിധാനത്തിൽ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞിട്ട് മനസ്സിലാവാത്തവനെ ശിക്ഷാ നടപടികൾ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അപ്പോഴേ നീതി ലോകത്ത് നിലനിൽക്കുകയുള്ളൂ. യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഒരു സമൂഹത്തെ നീതിയിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി, ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളൊക്കെ സമൂഹത്തിന് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയാണ്, നീതി സ്ഥാപിക്കാൻ വേണ്ടിയും അക്രമകാരികളെ തടയാൻ വേണ്ടിയുമാണ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. കുറ്റവാളികളെ ചങ്ങലക്കിടണം, അതിന് ഇരുമ്പ് വേണം. ജയിലിലടയ്ക്കണം, അതിന് ഇരുമ്പ് വേണം, ഇരുമ്പിൻ്റെ ഗേറ്റുകൾ വേണം. അങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും ഭരണകൂടത്തിന് ജനങ്ങളെ നീതിപൂർവ്വം നിലനിർത്താൻ ആയുധങ്ങളും ശിക്ഷാ നടപടികളുടെ സംവിധാനങ്ങളും വേണം. അതിനൊക്കെ ഇരുമ്പ് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആയുധങ്ങളുടെ ഒരു മേഖല, പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരെ ശിക്ഷിച്ച് മനസ്സിലാക്കേണ്ടി വരും. നീതി സ്ഥാപിക്കാൻ ചിലപ്പോൾ അത് വേണ്ടി വരും. വമനാഫിഉ ലിന്നാസ്, അതേ സമയത്ത് ഇരുമ്പ് കൊണ്ട് ജനങ്ങൾക്ക് വേറെയും ഒരുപാട് ഉപകാരമുണ്ട്. മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യമാണെന്ത്? ഇരുമ്പ്. വീട്ടിൽ നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി, കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരുവിധം ആയുധങ്ങളൊക്കെ ഇരുമ്പ് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത്. ചില റിവായത്തുകളിൽ കാണാം, അത് സഹീഹാണോ എന്നറിയില്ല, അല്ലാഹു അലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആദൻ നബിയെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആദൻ നബിയുടെ കൂടെ അത്യാവശ്യം കൃഷിക്ക് ആവശ്യമായ ആയുധങ്ങളും കൊടുത്താണ് പറഞ്ഞയച്ചതെന്ന്. അതുകൊണ്ടാണ് വഅൻസൽനൽ ഹദീദ എന്ന് പറഞ്ഞതെന്ന്, ഇരുമ്പ് ഇറക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, ഇറക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ മേലൊന്ന് ഇറങ്ങണം. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞിട്ടുണ്ട്, താഴോട്ട് പോയിക്കോ, ഇഹ്ബിതു മിൻഹാ ജമിയ, ഭൂമിയിലേക്ക് ഇറങ്ങിക്കോ എന്നാണ് പറഞ്ഞ്. കൂട്ടത്തിൽ ആയുധവും വെച്ചോ, അത് കൃഷിക്കും ഭക്ഷണം കഴിക്കാനും ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. എന്തായിരുന്നാലും പൗരാണിക കാലം മുതൽക്കേ അതുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. വഅൻസൽനൽ ഹദീദ ഫീഹി ബഅ്സുൻ ഷദീദുൻ വമനാഫിഉ ലിന്നാസ് വലിയഅലമല്ലാഹ്, അതിൻ്റെ കൂടെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയും. ആരെ? മൻ യൻസുറുഹു വറുസുലഹു, അള്ളാഹുവിനെയും റസൂലുകളെയും സഹായിക്കാൻ ആരുണ്ട്? ബിൽ ഗൈബ്, അദൃശ്യമായി വിശ്വസിച്ച്, അദൃശ്യത്തിൽ വിശ്വസിച്ച്, ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ച് ആ മാർഗത്തിൽ പോരാടാൻ തയ്യാറുള്ളവരെ, എന്ന് പറഞ്ഞാൽ ജിഹാദിന് തയ്യാറുള്ളവരെ,
ഇസ്ലാമിന് വേണ്ടി ഒരു യുദ്ധത്തിൻ്റെ ആവശ്യം വന്നാൽ നിയതമായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ പിറകിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പിറകിൽ നിന്നുകൊണ്ടോ ഉള്ള ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിലുള്ള ജിഹാദിന് ആരുണ്ട് തയ്യാർ എന്നത് അറിയാൻ വേണ്ടിയുമാണത്. ജിഹാദിന് തയ്യാറുള്ളവരെ അറിയാൻ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയ്യുൻ, ശക്തനാണ്, അസീസുൻ, പ്രതാപിയുമാണ്. എന്തുകൊണ്ടാണ് ഈ ആയത്തിന് അല്ലാഹു ഇങ്ങനെ അവസാനിപ്പിച്ചത്? കാരണം യുദ്ധങ്ങളും ആയുധങ്ങളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ നീതി നടപ്പിലാക്കേണ്ടി വരും. ജനങ്ങൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി ജിഹാദിൻ്റെ ആവശ്യമുണ്ടാകും. അവിടെ ശത്രുക്കളെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിന് കഴിയില്ലേ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത നൂഹ് നബിക്ക് ആയുധമെടുക്കേണ്ടി വന്നിട്ടില്ല. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആയുധമെടുക്കേണ്ടി വന്നിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആയുധമെടുക്കേണ്ടി വന്നിട്ടില്ല. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒട്ടനവധി പ്രവാചകന്മാർ, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആയുധമെടുക്കേണ്ടി വന്നിട്ടില്ല. അവരെയൊക്കെ അള്ളാഹു പിടികൂടി. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ ഖവിയ്യുൻ, അള്ളാഹു ശക്തനാണ്, അസീസുൻ ഐ ദുൻതിഖാം, പ്രതികാര നടപടി എടുക്കുന്നവനാണ്. റഹ്മാനായ റബ്ബിന് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ കൊണ്ട് പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ചിലർക്ക് രക്തസാക്ഷിത്വം നൽകുവാൻ ഉദ്ദേശിക്കുന്നു. ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. മനുഷ്യരുടെ ഈമാനിനെ ടെസ്റ്റ് ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതാണ് വലിയ അലമല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ്. അള്ളാഹുവിനെയും റസൂലുകളെയും സഹായിക്കാൻ ആരുണ്ട്? ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ ആരുണ്ട്? അങ്ങനെ ഇഖ്ലാസ് ഉള്ളവരെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ്. ഇല്ല എങ്കിൽ ശത്രുക്കളെ തോൽപ്പിക്കാൻ ജിഹാദിൻ്റെ ആവശ്യമല്ല. റബ്ബ് ശക്തനാണ്. പക്ഷേ അള്ളാഹു അങ്ങനെ ചില ഖദർ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തനാണ്, അതേപോലെ തന്നെ അസീസാണ്, പ്രതാപിയുമാണ്. അപ്പോൾ പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും ഇരുമ്പിലൂടെയും എല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിയെ സ്ഥാപിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ വേദഗ്രന്ഥവുമായും അതോടൊപ്പം വാളുമായും അയച്ചിരിക്കുന്നു. അനിവാര്യമായ ജിഹാദ് പ്രവാചകന്മാരുടെ നേതൃത്വത്തിലുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും. എന്തിനാണത്? അതിക്രമകാരികളെ തടയാനും സമൂഹത്തിന് നീതി നേടിക്കൊടുക്കാനും വേണ്ടി. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് അർസൽനാ നൂഹൻ, നിശ്ചയമായും നാം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ അയച്ചിരിക്കുന്നു. ആദ്യം മൊത്തത്തിൽ റസൂലുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. വലഖദ് അർസൽനാ നൂഹൻ വ ഇബ്രാഹീമ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെയും അയച്ചിരിക്കുന്നു. വജഅൽനാ ഫീ ദുർരിയ്യതിഹിമാ, ഇവർ രണ്ടുപേരുടെയും സന്താന പരമ്പരകളിൽ നാം ആക്കിയിരിക്കുന്നു അന്നുബൂവത, പ്രവാചകത്വവും, വൽ കിതാബ, വേദഗ്രന്ഥങ്ങളും. ഫമിൻഹും മുഹ്തദ്, അവരുടെ കൂട്ടത്തിൽ സന്മാർഗികളുണ്ട്. മുഹ്തദ് എന്ന് പറഞ്ഞാൽ ഹിദായത്ത് സ്വീകരിച്ചവനാണ് മുഹ്തദ് എന്ന് പറയാം. ഇഹ്തദാ യഹ്തദി ഇഹ്തിദാഅൻ വഹുവ മുഹ്തദ്. അവരുടെ കൂട്ടത്തിൽ സന്മാർഗം സ്വീകരിച്ചവരുണ്ട്. ഫമിൻഹും മുഹ്തദ് വകസീറും മിൻഹും, എന്നാൽ അവരിൽ മഹാഭൂരിപക്ഷവും ഫാസിഖൂൻ, അധർമ്മകാരികളാണ്, ഫിസ്ഖിൻ്റെ ആളുകളാണ്, തോന്നിവാസികളാണ്. ഫസഖ യഫ്സുഖു ഫിസ്ഖൻ വ ഫുസൂഖ, ഫസഖ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് പ്രവർത്തിക്കുക, അനുസരണക്കേട് കാണിക്കുക. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവൻ, അനുസരണക്കേട് കാണിക്കുന്നവൻ. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ മഹാഭൂരിപക്ഷവും ഫാസിഖീങ്ങളാണ്, അധർമ്മകാരികളാണ്. അപ്പോൾ മൊത്തത്തിൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് അർസൽനാ നൂഹൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഒന്നാമത്തെ നബി ആദം നബിയാണ്, ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അഥവാ ഒരു സമൂഹം പിഴച്ചതിന് ശേഷം അവരെ സത്യത്തിലേക്ക്
പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഒന്നാമത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത എപ്രകാരം നശിപ്പിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. പിന്നീട് അതിനുശേഷം അള്ളാഹു നുബുവത്ത് സ്ഥിരപ്പെടുത്തിയ സമൂഹത്തിന് നേതൃത്വമായി പിന്നീട് തിരഞ്ഞെടുത്ത പ്രവാചകനാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് പ്രാധാന്യം കൊണ്ട് നൂഹ് നബിക്ക് ശേഷം പിന്നെ വന്നത് ഇബ്രാഹിം നബി അല്ല, വേറെ ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇബ്രാഹിം അതിൽ മെയിനായിട്ടുള്ള മറ്റൊരു പ്രവാചകനെ കൂടി പറഞ്ഞു. വജഅൽനാ ഫീ ദുർരിയ്യതിഹിമ, ഇവർ രണ്ടുപേരുടെയും സന്താന പരമ്പരകളിൽ നാം സ്ഥാപിച്ചു അന്നുബുവത്ത, പ്രവാചകത്വം. നുബുവത്ത് പ്രവാചകത്വം, വൽ കിതാബ് വേദഗ്രന്ഥങ്ങളും എന്ന് പറഞ്ഞാൽ പിന്നീട് വന്ന എല്ലാ നബിമാരും ഈ രണ്ട് നബിമാരുടെ സന്താന പരമ്പരകളിലാണ് അള്ളാഹു നൽകിയത്. വേറെ അങ്ങോട്ടും പോയിട്ടില്ല. ഏത് നാട്ടിലേക്കാണെങ്കിലും ഇവരുടെ മക്കളിലാണ് പ്രവാചകന്മാർ. അവസാനത്തെ റസൂല് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ സന്താന പരമ്പരയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും ആരിലേക്കെത്തുന്നു? ഇബ്രാഹിം നബിയിലേക്കെത്തുന്നു. ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അതിൽ നിന്നാണ് ബനു ഇസ്രായേലർ. അതിലാണ് ആര്? ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ഉപ്പ വഴിക്ക് പോയാൽ എങ്ങനെ എത്തുന്നത് അവസാനം ഇബ്രാഹിം നബിയിലാണ്. ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളെ നോക്കിയാൽ അത് അവസാനം നൂഹ് നബിയിലേക്കെത്തും. നൂഹ് നബിയിൽ നിന്ന് അങ്ങനെ പോയാൽ ആദം നബിയിലേക്കെത്തും. അപ്പോൾ അതൊരു ചെയിനാണ്. അൽഹംദുലില്ലാഹ്. വജഅൽനാ ഫീ ദുർരിയ്യതിഹിമ അന്നുബുവത വൽ കിതാബ്, പ്രവാചകത്വവും വേദഗ്രന്ഥങ്ങളും ഈ രണ്ട് നബിമാരുടെ സന്താന പരമ്പരകളിലാണ് നാം നൽകിയത്. ഫമിൻഹും മുഹ്തദ്, അവരുടെ മക്കളിൽ സന്മാർഗം സിദ്ധിച്ച മക്കൾ പ്രവാചകന്മാർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ വകസീറും മിൻഹും ഫാസിഖുൻ, അവരിൽ മഹാഭൂരിപക്ഷവും ഫാസിഖീങ്ങളായി, അധർമ്മകാരികളായി, നിഷേധികളായി. അപ്പോൾ പ്രവാചക കുടുംബത്തിലാണെങ്കിലും പിന്നീട് ആളുകൾ ശിർക്കിലേക്കും കുഫറിലേക്കും അതേപോലുള്ള തോന്നിവാസങ്ങളിലേക്കും പോയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 26-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ആയത്തുകളും മറ്റും അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെച്ചതും ഭൂമിയിൽ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നിശ്ചയിച്ച സംവിധാനങ്ങളെക്കുറിച്ചാണ്. ആ സംവിധാനങ്ങളിൽ വിശ്വസിക്കുകയും അടിയുറച്ചു വിശ്വസിക്കുകയും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുകയും നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് നബിയിലും അയക്കപ്പെട്ട വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലും അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.